ധനുക്കൂറുകാർക്ക് 7-ലൂടെയാണ് വ്യാഴം പോകുന്നത്. ഇപ്പോൾ ധനുക്കൂറുകാർക്കും പൊതുവേ നല്ലതാണ്. ധനുക്കൂർ എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ പാദം ചേരുന്നത്. അതേപോലെ അവിട്ടത്തിൻ്റെ അവസാന 2 പാദം, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ 3 പാദങ്ങൾ ചേരുന്ന കുംഭക്കൂറുകാർക്കും വലിയ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. അവർക്ക് ഏഴരശനിയുടെ ഒരു ഇതുണ്ട്, എന്നാൽ പോലും വലിയ കുഴപ്പമില്ലാതാണ് വ്യാഴഫലം വരുന്നത്. 5-ലൂടെയാണ് വ്യാഴം പോകുന്നത്, അവർക്ക് 5-ലൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ല. അവരവർ ജനിച്ച രാശിയുടെയും ലഗ്നത്തിൻ്റെയും 2, 5, 7, 9, 11 എന്നീ രാശികളിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. മോശം എന്ന് പറയുന്നത് മേടക്കൂറുകാർക്കും അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്കുമാണ്. ഇനി ജന്മവ്യാഴം, ജാതകത്തിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ജാതകത്തിൽ മോശ സമയവും ആണ്, വ്യാഴത്തിനൊട്ടും ബലമില്ല, 6, 8, 12-ലാണ്. അതായത് ജന്മവ്യാഴം ആണ്. ആ സമയത്ത് ചില ബുദ്ധിമുട്ടുകളും കുറച്ച് അലച്ചിലുമൊക്കെ വരും. അത് മകയിരത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർദം 1-ാം പാദം ചേരുന്നവർക്ക് മിശ്ര ഫലമാണ്. സൂക്ഷിക്കണം, ചിലപ്പോൾ അത് മോശഫലമാവാം. അത് എന്ന് പറഞ്ഞാൽ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വരാം. അത് ദൈവാധീനം പോലെ ഇരിക്കും. വിഷ്ണുപ്രീതി നിങ്ങൾ വരുത്തുക എന്നുള്ളതാണ്.